ബി.ജെ.പിയിലേക്കുള്ള തൻ്റെ പ്രവേശം ഉപാധികളില്ലാതെ എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. തന്നെ തോൽപ്പിച്ചവരുടെ പേരുകൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകിയിരുന്നു. എന്നാൽ പരാതികൾ അവഗണിച്ചു എന്നാണ് തൻ്റെ തോന്നൽ. തന്നെ അവഹേളിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പത്മജ വേണുഗോപാൽ 24 മുന്നറിയിപ്പ് നൽകി. 24 എക്സ്ക്ലൂസീവ്. ബി.ജെ.പി പ്രവേശനത്തിന് ശേഷം പത്മജ വേണുഗോപാൽ ഇപ്പോൾ 24 ഒപ്പം ചേരുകയാണ്. എന്താണ് ഈ രാഷ്ട്രീയ മാറ്റത്തിന് കാരണം? അല്ല, ഞാൻ കുറേ നാളുകളായിട്ട് ഈ പാർട്ടിയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ എനിക്ക് വ്യക്തമായിട്ട് എന്നെ തോൽപ്പിച്ച കഴിഞ്ഞ 2 അസംബ്ലിയിലും ഒക്കെ എനിക്ക് അറിഞ്ഞിട്ടും ഞാൻ ഈ എന്താ പറയുക പ്രസ്ഥാനം എന്ന് പറഞ്ഞ് നിന്നു. അതിനിടയ്ക്ക് എൻ്റെ അടുത്ത് ഇവരെല്ലാം പറഞ്ഞു അച്ഛൻ്റെ മന്ദിരം പണിത് തരാം എന്ന് പറയുകയും ഒരു കല്ല് പോലും ഇതുവരെ വെച്ചിട്ടില്ല. ഇതെല്ലാം കൊണ്ട് മനസ്സുമടുത്ത് ഞാൻ അങ്ങനെ മാറി നിൽക്കുകയായിരുന്നു രാഷ്ട്രീയത്തിൽ നിന്ന്. അങ്ങനെയാണ് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ തീരുമാനത്തിനേക്കാളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വല്ല പുറത്തോടെങ്കിലും പോയി ജീവിച്ചാലോ എന്ന് വരെ ആലോചിച്ചാണ്. അത്രയും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാണ്ടായി അവിടെ. പിന്നെ ഇങ്ങനെയാണ് ബി.ജെ.പിയിലേക്ക് പ്രവേശിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അങ്ങനെയില്ല, ഞാൻ പറഞ്ഞില്ലേ ലീഡർഷിപ്പ് എവിടെയാണ് നല്ലതെന്നുള്ളത് ഞാൻ എപ്പോഴും ലീഡർഷിപ്പ് ഒരു ക്വാളിറ്റി, കാരണം എൻ്റെ പിതാവിനെ ലീഡർ എന്ന് വിളിച്ച് തന്നെ ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പം നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ ആ ലീഡർഷിപ്പ് ഇല്ല, ആരോടും പറയാനില്ല കംപ്ലൈൻറ്റ്. ഡൽഹിയിൽ വരുന്നതൊക്കെ ഞാൻ തീരെ നിർത്തി, കാരണം ഇവിടെ വന്നിട്ട് ആരും കാണൽ നടക്കാറില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ലീഡർഷിപ്പുണ്ട്, പ്രത്യേകിച്ച് മോദിജിയുടെ ഇതിൽ നല്ല ലീഡർഷിപ്പാണ്. അപ്പോൾ അതെന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. പല പരാതികൾ ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് തെരഞ്ഞെടുപ്പിൽ കാലുവാരിയത്, അതോടൊപ്പം കെ കരുണാകരൻ്റെ സ്മാരക നിർമ്മാണത്തിൻ്റേത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംസ്ഥാന നേതൃത്വത്തിനോട് ഈ പരാതി അറിയിച്ചപ്പോൾ എന്തായിരുന്നു പ്രതികരണം? അവരൊന്നും പറഞ്ഞു പോലുമില്ല. ഞാൻ ലെറ്റർ കൊടുത്തു 2 പ്രാവശ്യം, ഇവിടെ കൊടുത്തു, ഒന്നും മറുപടി തന്നില്ല. എനിക്ക് ഹൈക്കമാൻഡിനോട് പരാതിപ്പെട്ടിരുന്നു? പറഞ്ഞിരുന്നു, അപ്പം തന്നെ പറഞ്ഞിരുന്നു, പേരുകൾ പറഞ്ഞു കൊടുത്തിരുന്നു. ചാലക്കുടിയിലും എറണാകുളത്തും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. സാധ്യതയുണ്ടോ ലോക്സഭയിൽ? എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇത്രയും നേതാക്കന്മാരെ കണ്ടവരൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഉപാധികൾ വെക്കാതെയാണ് പാർട്ടിയിലേക്കുള്ള പ്രവേശനം? ഒരു ഉപാധിയും പറഞ്ഞിട്ടില്ല. ഇതിലിപ്പോൾ കെ മുരളീധരൻ നടത്തിയ പ്രതികരണം, ഒരു കാൽ കാശിന് പോലും ബി.ജെ.പിക്ക് ഗുണമുണ്ടാകില്ല ഈ രാഷ്ട്രീയ പ്രവേശനം, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്? മുരളിയുടെ പിന്നെ ദേഷ്യം വരുമ്പോൾ എന്താ മുരളിയുടെ പറയണമെന്ന് അങ്ങോർക്ക് തന്നെ അറിയില്ല. അപ്പോൾ അദ്ദേഹം പാർട്ടി വിട്ട് പല പ്രാവശ്യം പോയപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, അതെൻ്റെ സഹോദരനാണെന്ന് എനിക്ക് നല്ലോണം വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്. മുരളീധരന് പിന്നെ ദേഷ്യം പിടിച്ചാൽ അത് പെങ്ങളാണോ അച്ഛനാണോ, അച്ഛനൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനൊന്നും ആൾക്ക് പ്രശ്നമില്ലല്ലോ. ഉറച്ച മണ്ഡലം കിട്ടിയിട്ടും പരാജയപ്പെട്ടതാണ്, അല്ലാതെ നേതൃത്വത്തിൻ്റെ ഒരു പഴിച്ചുകൊണ്ട് കാര്യമില്ല എന്നാണ് മുരളീധരനും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ സുധാകരനും പറഞ്ഞിരിക്കുന്നത്. ഞാൻ മോശമാക്കി പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എനിക്ക് പേരെടുത്ത് ഞാൻ അവസാനം പറയും, അത് വലിയ ഇഷ്യൂ, അതിലേക്ക് എന്നെ തള്ളിവിടണ്ടായിരുന്നു. നേതൃത്വ നിരയിലുണ്ടോ? എവിടെ? ഇപ്പോൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത പേരുകൾ ഉണ്ട്, അവരാണല്ലോ ഇപ്പം എല്ലാവരും ഭരിക്കുന്നത്. ഒരു പക്ഷേ ED ഭയന്നാണോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ED എനിക്കിതുവരെ ED ഒന്നും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഭർത്താവ് എപ്പോഴും നന്നായിട്ട് ഇൻകം ടാക്സൊക്കെ അടയ്ക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് സിൽവർ കാർഡ് വരെ കിട്ടിയിട്ടുള്ള ആളാണ്. യൂത്ത് കോൺഗ്രസ് വലിയ അധിക്ഷേപം നടത്തിയിരിക്കുന്നത് പ്രതികരണം തന്തയ്ക്ക് പിറന്ന മകളോ തന്തയെ കൊന്ന സന്താനമോ എന്നാണ് യൂത്ത് കോൺഗ്രസ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ TV-യിൽ കയറിയിരുന്ന ആളായിട്ടുള്ള നേതാക്കന്മാരൊന്നും എന്നെ വലിയ വർത്തമാനം പറയാൻ വരണ്ട. ഇവരൊക്കെ ചരിത്രം എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കാനുണ്ടാവില്ല. പറയുമ്പം വൃത്തികേട് പറഞ്ഞാൽ എനിക്ക് ഇവർക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരും. നിയമ നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ ആലോചിക്കേണ്ടേ. എൻ്റെ അച്ഛനെ മുന്നിന്നും പിന്നിന്നും കുത്തിയ ഇവരൊക്കെയാണ് ഇരുന്ന് ഈ വലിയ വർത്തമാനം പറയുന്നത്. ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24. പത്മജ വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം എയർപോർട്ടിൽ വലിയ സ്വീകരണമാണ് പത്മജ വേണുഗോപാൽ ഒരുക്കിയിരിക്കുന്നത്.